അങ്ങനെ സാബുവിനെ കുത്തി ഇളക്കി വിട്ട് കളിയുടെ ഗതി മാറ്റാൻ ബിഗ് ബോസ് തീരുമാനിച്ചു. സാബുവിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, സാബു ഇങ്ങനെ നിന്നാൽ പോരാ, വേറെ ലെവലാവണം. ഒന്നാമതേ ഇങ്ങനെ പോവുകയാണ്, ഇവിടെ ഉള്ളവരൊക്കെ കണ്ടന്റ് ആവശ്യമില്ലാതെ ഉണ്ടാക്കുകയാണ്, ടാസ്കും ഇല്ല ഒന്നുമില്ല, ആകെ കൊടുത്തൊരു ടാസ്ക്കാണ്, എന്തെങ്കിലും ചെയ്യണം സാബു പറയാണ്. പണ്ട് തന്നും കണ്ടില്ലല്ല, ഇപ്പം ജ്യൂസും കൂസൊക്കെ ആയി ഇവർക്ക്. നമ്മൾ വന്ന സമയത്തോടെ ജ്യൂസും ഇല്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കരഞ്ഞ് കാല് പിടിക്കണമായിരുന്നു. മാറി സാബു, എല്ലാം മാറി. ബിഗ് ബോസ് പറയാണ്. അങ്ങനെ സാബു അടുത്ത പ്രാങ്ക് നമ്പർ 2 കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണത്തെ ലക്ഷ്യം ഹൗസ് കീപ്പിംഗ് ടീമിൻ്റെ എത്രത്തോളം അവരുടെ എഫിഷ്യൻസി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല സാബു വന്നെന്ന് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, ടോയ്ലറ്റിൽ വന്നിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. എന്തിന്? ഈ വീട്ടുകാരെ ഇളക്കി മാറ്റി വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ. ടീമുകൾ മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. എന്താണ് ലൈവിൽ നടക്കുന്നത്? ശ്വേത എപ്പോൾ വരും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വിളിക്കുന്നു. ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം എന്ന് പറയുന്നു. പവർ റൂമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറയുകയാണ്. ഇവർ മൊത്തം ഡിസ്കസ് ചെയ്ത് വന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ടീമിനെ എൻ്റർടൈൻമെൻറ്റ് ടീമാക്കി പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് സിജോനടുത്ത് പാട്ടും ഡാൻസും നോക്കാൻ പറയുകയാണ്. അപ്പോൾ സിജോ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഇന്നലെ ഞാൻ മെഡിക്കൽ റൂമിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് സ്ട്രെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേണ്ട. സിജോ എന്ത് ചെയ്യണം? സിജോ സ്പായും തെറാപ്പിയും അതൊക്കെ ചെയ്താൽ മതി. ദേഹം തടവുന്ന തെറാപ്പി, മസാജ്, അതെല്ലാം സിജോ നോക്കട്ടെ. ശ്രീരേഖ പാട്ടും ഡാൻസും അങ്ങനെ പോട്ടെ. ജാസ്മിൻ റോബോട്ട് ആവട്ടെ. അപ്പോൾ അവരുടെ ടീമിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു. അടുത്ത ടണൽ ടീം കിച്ചൺ ടീമാണ്. അതായത് മെയിൻ ഷെഫ് ശരണ്യയാണ്. ശരണ്യയുടെ അസിസ്റ്റൻ്റായിട്ട് സായിയും അപ്സരയും. അടുത്ത് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നന്ദനയുമാണ്. അതായത് ഈ പറയുന്ന ഷെഫും കാര്യങ്ങൾ അതല്ല, മെയിൻ ഷെഫ്, ഈ പറയുമ്പോൾ അസിസ്റ്റൻ്റ്, പിന്നെ റൂമിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാൾ ഉണ്ട്. അടുത്ത് ഡെന്നാണ് ഹൗസ് കീപ്പിംഗ്. സെക്യൂരിറ്റി ശ്രീതു ആണ്. ഹൗസ് കീപ്പിംഗ് ജിൻഡോയും അർജുനും ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിനകത്ത് പറയുന്ന ഇവരുടെ ടീം സ്വിച്ച് ചെയ്യുന്നത്. പിന്നീടാണ് സാബുവിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിക്കുന്നു. സാബു പോകുമ്പോൾ ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കൺഫഷൻ റൂമിൽ വന്നിരിക്കുകയാണ് സാബു. വെൽക്കം. അപ്പം സാബു പറയണം, ഒത്തിരി മാറ്റം ആയിപ്പോയി ബിഗ് ബോസ്, ജ്യൂസൊക്കെ വന്നു. അല്ല, ബിഗ് ബോസ് തന്നെ അങ്ങോട്ട് പറയണം, ഒരുപാട് കാര്യങ്ങൾ മാറി, ഇപ്പം ജ്യൂസൊക്കെ ഉണ്ട് എന്ന് പറയാണ്. 10 രൂപയുടെ ജ്യൂസും കൊടുത്തിട്ട് അപ്പം ജ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ സാബു, ഇതൊക്കെ പ്രിവിലേജാണ്, പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, നമ്മൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കരഞ്ഞ് കാല് പിടിക്കുമായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് മാറ്റിപ്പിടുത്തല്ലേ എൻ്റെ സാബു, മൊത്തം മാറി. പിന്നെ എൻ്റെ പൊന്ന് സാബു, സേവനങ്ങൾ പരമാവധി ഉപയോഗിക്കണം. നിങ്ങളിവിടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്, ഇവിടെ ഉള്ളവർക്ക് ആ ബോധമില്ല ഹോട്ടലിലുള്ള ആൾക്കാരാണെന്ന്. നിങ്ങളെങ്കിലും പരമാവധി സേവനങ്ങൾ എല്ലാം ഉപയോഗിക്കണം. ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, അവരവിടെ കളിച്ച് വെച്ച് നിൽക്കുകയാണ് ചെയ്യണത്. എളുപ്പത്തിൽ കോയിൻ ഇവർക്ക് കൊടുക്കുകയേ ചെയ്യരുത്. നിങ്ങൾ ഗസ്റ്റാണ്, ഈ കളിയുടെ ഗതി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചുവിടാം. ഈ വീട്ടിലുള്ളവർ പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ വഴി തിരിച്ചുവിടാം. അപ്പോൾ സാബു, ഇന്നലെ ഞാൻ കോയിൻ കൊടുത്തപ്പോൾ എനിക്ക് കുറേ പേരെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ശരിയാക്കിക്കോളാം. ബിഗ് ബോസ് സർവീസൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാം ഉപയോഗിക്കണം കേട്ടല്ല. ഓക്കെ, സാബു അവിടെ നിന്ന് വെളിയിൽ വരുന്നു. സാബു പിന്നീടാണ് ഈ പറയുന്ന റൂം സർവീസിൻ്റെ അടുത്ത് നമ്മുടെ അർജുൻ്റെ അടുത്തും ജിൻഡോയുടെ അടുത്തും റൂമെല്ലാം വൃത്തിയായിട്ട് ഒതുക്കി വയ്ക്കാൻ പറയുന്നു. എൻ്റർടൈൻമെൻറ്റ് ടീമിനോട് പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ കിച്ചൺ ടീം എനിക്ക് സാധനങ്ങളൊന്നും തന്നെ കൊണ്ട് തന്നിട്ടില്ല എന്ന് ഋഷിയോട് കംപ്ലയിൻറ്റ് പറയുന്നു. രാവിലെ മുതൽ ഒരു വെള്ളം വേണമെന്ന് പോലും അവരെൻ്റെ ചോദിച്ചിട്ടില്ല. ഞാനാണ് എൻ്റെ വെള്ളം പോയി ഫ്രിഡ്ജിൽ നിന്ന് പോയി ബോട്ടിലെടുത്ത് പൈപ്പിൽ വെള്ളം പിടിച്ചപ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് സാബു പറയുന്നു. എൻ്റർടൈൻമെൻറ്റ് ടീമിനെ കൊണ്ട് നല്ലപോലെ പണിയെടുപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് സിജോ, പിന്നെ ജാസ്മിൻ, ശ്രീരാഗ് ഇവരെ കൊണ്ട് നല്ലപോലെ പണി എടുപ്പിക്കുന്നുണ്ട്. ആ പണികൾ അവിടെ നടക്കുകയാണ് തകൃതിയായിട്ട്. ഇതേസമയം സിജോ, ജാസ്മിൻ, നന്ദന ഇവരൊക്കെ വെളിയിലിരിക്കുകയാണ്. അപ്പോൾ സിജോ ജാസ്മിൻ്റെ പറയാണ്, എനിക്ക് വയ്യല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഓവറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്നെ നിയന്ത്രിക്കണം, എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, നമ്മൾ നോക്കിക്കോളാം. സിജോയ്ക്ക് വയ്യ, എന്തോ ഇഷ്യൂ ആയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അടുത്ത് അതിനുശേഷമാണ് സാബുവിൻ്റെ പുതിയ പ്രാങ്ക്. ഇതിനകത്ത് സാബു മാത്രമേ ഉള്ളൂ. സാബു നേരെ ടോയ്ലറ്റിൻ്റെ അടുത്ത് ക്യാമറ എടുത്ത് വന്നിട്ട് പറയുന്നു, ബിഗ് ബോസ് ഇതിനകത്ത് ഒരു ടോയ്ലറ്റിനകത്ത് ഞാൻ ടിഷ്യൂ എടുത്ത്
ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വലിച്ച് വാരി വെള്ളം നനച്ച് വെതറി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ ഇത് മൂത്രം പുരണ്ട് കിടക്കുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും കരുതി വൃത്തികേടായിട്ട് കിടക്കുന്ന പോലെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് വെള്ളം നനച്ചാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്, പ്യുവർ വാട്ടറാണ്. അപ്പോൾ ഞാനിത് ഹൗസ് കീപ്പിംഗ് എത്രത്തോളം വിജിലൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ സാബു അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ എക്സിക്യൂട്ട് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് നോക്കാം എന്തായാലും. എന്നിട്ട് സാബു പിന്നീട് ഈ പറയുന്ന പോലെ നമ്മുടെ ഓരോ ടീമിനോടും സാബു കുറച്ചുകൂടി പണിയെടുപ്പിക്കുന്നതിന് ഇന്നലത്തെ പോലെ അല്ല, ഇത്തിരി കൂടി ഒരു ഗസ്റ്റ് പവർ കാണിക്കുന്നതിന് സാബു കാണിക്കില്ലായിരുന്നു. ബിഗ് ബോസ് ഇളക്കി വിട്ട് സർവീസ് യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു സംഭവം സാബു ചെയ്യുന്നത്. അതായത് നിങ്ങൾ പോയി ഓരോരുത്തരടുത്തും പോയി എന്താണ് വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ സിജോ മസാജൊക്കെ തല മസാജ് ഈ മസാജ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. ദെൻ ശ്രീരേഖ പാട്ട് പാടി കേൾപ്പിക്കുന്നുണ്ട്. റോബോട്ടായിട്ടുള്ള ജാസ്മിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചൺ ടീമിനോട് എനിക്ക് ആ സാധനം വേണം, എനിക്ക് ഈ സാധനം വേണം എന്നെല്ലാം സാബു വ്യക്തമായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൂം സർവീസിനടുത്ത് ആ സാധനങ്ങൾ അടുക്കി വെക്കണം, ഈ സാധനങ്ങൾ അടുക്കി വെക്കണം എന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും പണിയെടുപ്പിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കോയിൻസൊക്കെ കൊടുക്കൂ. സിജോയ്ക്കൊക്കെ കോയിൻ എന്ന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ കോയിനെല്ലാം ചിലർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ സിജോ എടുത്ത് സാബു പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കോയിൻസ് ഒന്നും ചുമ്മാ തരില്ല, ഞാൻ ഇന്ന് എല്ലാം സൂക്ഷിച്ചും കണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ, പണിയെടുക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഇത്തവണ കോയിൻ തരത്തുള്ളൂ, ചുമ്മാ ഇരിക്കുന്ന ആർക്കും ഞാൻ കോയിൻ തരൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്, ഇന്നലത്തെ കാലം ഭയങ്കര ആക്റ്റീവാണ്. ശ്വേത മേനോൻ ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആരാണ് ഗസ്റ്റ് എന്നറിയില്ല, എത്ര പേരാണെന്ന് അറിയത്തില്ല. ഗസ്റ്റ് ഉണ്ടാകും എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. ആരാണ് എന്താണ് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും സൂപ്പറായിട്ട് അവരവരുടെ ജോലികൾ ചെയ്തു പോകുന്നുണ്ട്. എൻ്റർടൈൻ ടീം കൂടുതൽ എൻ്റർടൈൻ ആക്കുന്നുണ്ട്. ജാസ്മിൻ റോബോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതും സിജോ ഈ പറയും പോലെ സിജോ ശ്രീരേഖ ഇപ്പോൾ ഇവർ കിച്ചണിൽ നമ്മുടെ ശരണ്യയും അതുപോലെ അപ്സര നന്ദന ഇവരെയൊക്കെ കുറിച്ച് പാട്ടുകൾ പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ കുറിച്ചിട്ട് പാട്ടുകൾ പാടി ശ്രീരേഖ ഓരോരുത്തരെയും കുറിച്ചിട്ട് കാന്താരി നന്ദന, മുൻകോപക്കാരി അപ്സര, സുന്ദരി ശരണ്യ എന്നൊക്കെ പറഞ്ഞ് ഓരോ പാട്ടുകളൊക്കെ പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലൈവിൽ ഇപ്പം നടക്കുന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈവിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഹോട്ടൽ ടാസ്ക് പൊളിഞ്ഞോ പാളിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ശ്വേതയുടെ കയ്യിൽ എന്തോ ഒരു പവർ ഉണ്ട്. ശ്വേത വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, ഒരു മാണിക്യം പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ശ്വേത എങ്ങനെ യൂസ് ചെയ്യും, സ്പെഷ്യൽ പവർ എന്തായാലും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ശ്വേത വന്ന് ആ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ആ പവർ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് അറിയാൻ പറ്റുന്നത്. എന്തായാലും ശ്വേത ഭരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. സാബു ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.